വഫാത്തിന് ശേഷം മടവൂര് ശരീഫിൽ കിടന്നുകൊണ്ട് ഞാനുണ്ട് മടവൂരിൽ, നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ. ശൈഖുന പറഞ്ഞതല്ലേ, മുറിയാതെ ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ട്. അത് നമ്മൾ അനുഭവിക്കുകയല്ലേ. ശൈഖുനായുടെ കറാമത്തുകൾ ഇന്ന് മണമുറിയാതെ തുടരുകയല്ലേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് മരിച്ച ശേഷവും ഷെയ്ഖ് വിളിക്കുന്നു മടവൂരിലേക്ക്. അമ്പിയാക്കളെക്കാളും ഉന്നതൻ CM മടവൂരോ, മടവൂരിന് തുല്യരായ ഈ കാലഘട്ടത്തിൽ അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ച ഇതിന് സമാനമായി മറ്റൊരു മുതലിനെ കാണിക്കാൻ ആർക്ക് കഴിയും? ഇല്ല. അമ്പിയാക്കളൊക്കെ മഹാന്മാര് തന്നെ, ഉന്നതന്മാര് തന്നെ. എന്നാൽ അതിൽ വ്യത്യസ്തനാണ്, സമാനതകളില്ലാത്തവരാണ്, പകരം വെക്കാനില്ലാത്തവരാണ്. പാരലായി ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു നേതാവിനെ കൊണ്ടുവെക്കാൻ കഴിയാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. ഇതിന് സമാനമായി, പകരമായി, തുല്യക്കാരനായി, പാരലായി ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവുമില്ല, ഒരു രാജാവുമില്ല. കാലഘട്ടത്തിന്റെ ഇതിഹാസമായി കടന്നു വന്ന ഒരുപാട് കറാമത്തുകൾ ദൈനംദിനം സമൂഹത്തിന് സമ്മാനിച്ച നീറുന്ന നൂറ് പ്രശ്നവുമായി ആ തിരുസവിധത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വാക്കുകൊണ്ട് ഇനി ആ രോഗം വേണ്ട, കടം വീട്ടി തന്നിരിക്കുന്നു, നിങ്ങളുടെ ആവശ്യം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, നിങ്ങളുടെ പ്രയാസത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒറ്റ വാക്കുകൊണ്ട് ആയിരക്കണക്കിന് കറാമത്തുകൾ കിടന്ന കിടത്തത്തിൽ സമൂഹത്തിന് പകൽ വെളിച്ചം പോലെ പകലുദിച്ചു നിൽക്കുന്ന സൂര്യന് സമാനമായി കോഴിക്കോട് ജില്ലയിലെ പടന്നപ്പള്ളിയിലെ മൂപ്പന്റെ വീട്ടിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ ദിക്കുദിഗന്ധങ്ങളിൽ നിന്ന് അതാ വേദനിക്കുന്ന മനസ്സുമായി കടന്നു ചെല്ലുന്ന എല്ലാവർക്കും ആശ്വാസത്തിന്റെ തുരുത്തായി നമുക്ക് വലിയ സമ്മാനമായി അള്ളാഹു സംവിധാനിച്ച ശൈഖ് മടവൂർ വഫാത്തിന് ശേഷം മടവൂര് ശരീഫിൽ കിടന്നുകൊണ്ട് ഞാനുണ്ട് മടവൂരിൽ, നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ. ശൈഖുന പറഞ്ഞതല്ലേ, മുറിയാതെ ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ട്. അത് നമ്മൾ അനുഭവിക്കുകയല്ലേ. ശൈഖുനായുടെ കറാമത്തുകൾ ഇന്ന് മണമുറിയാതെ തുടരുകയല്ലേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ വഫാത്തിന് ശേഷം മടവൂര് ശരീഫിൽ കിടന്നുകൊണ്ട് ഞാനുണ്ട് മടവൂരിൽ, നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ. ശൈഖുന പറഞ്ഞതല്ലേ, മുറിയാതെ ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ട്. അത് നമ്മൾ അനുഭവിക്കുകയല്ലേ. ശൈഖുനായുടെ കറാമത്തുകൾ ഇന്ന് മണമുറിയാതെ തുടരുകയല്ലേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ മജ്ലിസ്, നാട്ടുകാരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അല്ലാഹു ഇതിനു വേണ്ടി ഒത്താശ ചെയ്തു തന്ന ആ മഹാനരായ മടവൂർ ശൈഖുനയുടെ മദ്ഹ് പറയാനും കേൾക്കാനും സ്ഥലമൊരുക്കിയവർ, സൗകര്യമൊരുക്കിയവർ, സംവിധാനമൊരുക്കിയവർ എല്ലാവരെയും ശൈഖുന കബൂലാക്കട്ടെ. ഒരു കാര്യം പറയട്ടെ, ഓലക്കാണ്, ഇത് പറയാതിരിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അങ്ങോട്ട് 1,00,000 ചില്ലാനം പ്രവാചകന്മാരാണ് അള്ളാഹു ഈ ഭൂലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ആദം നബി വരെ, അല്ലെങ്കിൽ ആദം നബി മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ 1,00,000 ചില്ലാനം നബിമാരെയാണ് ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അതില് ഓരോ വിഭാഗങ്ങളിലേക്ക്, ഓരോ പ്രത്യേക ഗോത്രങ്ങളിലേക്കും ഒക്കെ ഉണ്ട്. എന്നാൽ ലോകത്താകമാനം ജിന്നു വർഗത്തിലേക്കും ഇൻസു വർഗത്തിലേക്കും നിയോഗിക്കപ്പെട്ട ഖാത്തിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഇനി ഉലുൽ അസ്മ എന്ന് പറയുന്ന മറ്റു 4 നബിമാർ കൂടിയുള്ള മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള 5 നബിമാർ, അതുപോലെ തന്നെ 300 ചില്ലാനം 313 മുർസലീങ്ങൾ, അതുപോലെ തന്നെ മറ്റു ബാക്കി നബിമാരെ ഇവരെക്കാളും ഒക്കെ ഉന്നതനാണെന്നാ പറഞ്ഞത്. ഒരു മുതലിനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് വെച്ച് ഇജാതി ഒരു മുതലിനെ ഇനി കാണിച്ചു തരാനേ കയ്യൂല. എന്റെ കുഞ്ഞാമത് പരപ്പൂരെ കാണിച്ചു തരാൻ കയ്യൂല എന്നുള്ളത് തന്നെയാണ് പറയുവാനുള്ളത്. ഇതുപോലെ ഇത്തരത്തിൽ നുണ കെട്ടിച്ചമയ്ക്കപ്പെട്ട മറ്റൊരു മനുഷ്യൻ വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇവരിതുപോലെ പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ പേരിൽ ഇങ്ങനെ പച്ചക്കളവുകള് കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ ഈ ലോകത്തും പരലോകത്തും നമുക്ക് പിടിവള്ളിയായിട്ടുള്ളത് ഈ കോഴിക്കോട്ടുകാരൻ, മടവൂരുകാരൻ, ചിറ്റടിമേത്തൽ അബൂബക്കർ മുസ്ലിയാർ ആണ് എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. ഇവരുടെ തന്നെ ഈ കുരുവട്ടൂരികളുടെ തന്നെ കൂട്ടത്തിലുള്ള അബ്ദുസ്സമദ് അൻവരി എന്ന് പറയുന്ന ആ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. നമ്മുടെ ഭൗതികമായ ലോകത്തും പിന്നീടുള്ള നമ്മുടെ മരണത്തിലും മരണാനന്തര ലോകത്തും അവിടെ നിന്ന് അങ്ങോട്ടുള്ള മറ്റു മേഖലകളിലെല്ലാം
നമുക്ക് പിടിവള്ളിയായി ഉള്ളവർ ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മനസ്സിലായില്ലേ? ഈ ലോകത്തും പരലോകത്തും നമുക്ക് പിടിവള്ളി ഉള്ളത് ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ പഠിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് ഈ ലോകത്തുള്ള പിടിവള്ളി ആരാണ്? നമുക്ക് പരലോകത്ത് നാളെ മഹ്ശറയിൽ നിൽക്കുമ്പോൾ, നാളെ അള്ളാഹുവിന്റെ പരമോന്നത കോടതിയിൽ നിൽക്കുമ്പോൾ പിടിവള്ളിയായിട്ടുള്ളത് ആരാണ്? ഇവര് അള്ളാഹുവിനെ മറപ്പിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവാണ് നമുക്കെല്ലാം, നാം ആശ്രയിക്കേണ്ടത്, നാം ആരാധിക്കേണ്ടത്, നാം എല്ലാത്തിനും മുകളിലായിക്കൊണ്ടുള്ള സത്യമായിട്ടുള്ള സർവലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയുന്നത് തടയുക എന്നുള്ളതല്ലേ ഇവരുടെ ലക്ഷ്യം? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഇവര് അള്ളാഹുവിൽ നിന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ അകറ്റുവാനല്ലേ ഈ നടക്കുന്നത്? നബിമാരെക്കാട്ടിലും മേലെയാണ് ആര്? സി.എം. മടവൂര്. നേരത്തെ പറഞ്ഞ ചങ്ങായി. ഇപ്പൊ പറഞ്ഞ ചങ്ങായി എന്താ പറയണത്? ഈ ലോകത്തും പരലോകത്തും പിടിവള്ളി. ഇവരൊക്കെ കരുതിയിരിക്കുന്നത് ഏതെങ്കിലും മരത്തുമ കയറിയിട്ട് ഏതെങ്കിലും ചെറിയ ചുള്ളിക്കൊമ്പുമ ചവിട്ടുമ്പോ പിടിച്ചാനുള്ള ഒരു വള്ളിയാണ് ഈ പറയപ്പെട്ടതെന്നാ കരുതിയിരിക്കണ്. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാളെ പരലോകത്ത് സി.എം. മടവൂരല്ല, സി.എം. മടവൂരിനെ പോലെ കോടിക്കണക്കിന് സി.എം. മടവൂരുമാര് വന്നാലും അവനവന്റെ നഫ്സ് എന്ന് മാത്രം വ്യാകുലതയോടെ നടക്കുന്ന, ബേജാറോടെ നടക്കുന്ന ജനങ്ങള്, ഈ പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന താങ്കളും ഇതിനു മുമ്പ് ഇവിടെ പച്ചക്കളവ് പറഞ്ഞ ആ അൻവരിയും ഇവരൊക്കെ നെട്ടോട്ടം ഓടുമ്പോ ഇല്ലേ, ബേജാറിലായിട്ട് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വീഴുന്ന ഒരു സന്ദർഭം ഹദീസുകളിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്റെ ഉമ്മത്തിന്റെ വിചാരണയൊന്ന് എളുപ്പമാക്കണേ അള്ളാഹുവേ എന്നാണ്. എന്നിട്ട് അത്രയും ആ ഒരു അവസ്ഥ വരുന്ന ആ ഒരു സമയത്ത് പോലും നമുക്ക് പിടിവള്ളി സി.എം. മടവൂരാണെന്നാണ് ഇവർ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. എങ്ങോട്ടാണ് ജനങ്ങളെ ഇവർ കൊണ്ടുപോകുന്നത്? ഏത് ദീനാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്? ഇതുകൊണ്ട് ദീനുൽ ഇസ്ലാമിനോ ഈ ഇസ്ലാം ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ഉമ്മത്തിനോ എന്തൊരു ഗുണമാണുള്ളത്? ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല, ഇവര് നമ്മെ കൊണ്ടെത്തിക്കുന്നത്, നമ്മുടെ സമുദായത്തെ കൊണ്ടെത്തിക്കുന്നത് വലിയ വലിയ ചതിക്കുഴികളിലേക്കാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പറയുന്നത് നിങ്ങൾ മുഖവിലക്കെടുക്കണ്ട. ഇവര് പറയുന്ന ആ വാക്കുകളിൽ എത്രയോ ഉണ്ട് മനസ്സിലാക്കുവാൻ എന്നാണ് പറയുവാനുള്ളത്. നമ്മുടെ ഭൗതികമായ ലോകത്തും പിന്നീടുള്ള നമ്മുടെ മരണത്തിലും മരണാനന്തര ലോകത്തും അവിടെ നിന്ന് അങ്ങോട്ടുള്ള മറ്റു മേഖലകളിലെല്ലാം നമുക്ക് പിടിവള്ളിയായി ഉള്ളവർ ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്.